എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബ്രസീലിയൻ ലോങ് മൾബറി എൻ്റെ ഗാർഡനിലും കായ്ച്ചിരിക്കുന്നു. നമുക്കൊക്കെ ഒത്തിരി നൊസ്റ്റാൾജിയ പകരുന്നതാണ് ഈ മൾബറി എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ നമ്മുടെ വീടുകളിലുള്ളതാണ്, ഓർഗാനിക്കായിട്ട് ഉള്ള ഒരു. എനിക്ക് ഈ ബ്രസീലിയൻ ലോങ് മൾബറി കണ്ടപ്പം മുതൽ നമുക്കിത് നമ്മുടെ വീട്ടിൽ വെച്ച് കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ട്രൈ ചെയ്തു. ഒരു വർഷം മുമ്പ് ഞാനൊരു തൈ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. ഞാൻ എന്നും അത് കായ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്നും അതിനെ വായിക്കുകയും നമ്മളത് സംരക്ഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് കായ്ക്കാതെ നിൽക്കുകയായിരുന്നു. കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ പ്ലേസ് ഒന്ന് മാറ്റണമെന്ന് വെച്ച് കഴിയുമ്പോൾ ഞാനത് പറിച്ചെടുത്തു, ഒരു എയർപോർട്ടിലേക്ക് വെച്ചു. എയർപോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ കമ്പുകൾ മുഴുവൻ ഒന്ന് വെട്ടിക്കളഞ്ഞു. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഈ ഈ തായ്തരി മാത്രം നിർത്തി. എന്നാണേലും 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചെറിയ തോതിൽ കിളിപ്പ് വന്നു. ഇതുണ്ടോ, മൾബറി കായ്ച്ചു. മാസത്തിനുള്ളിൽ മൾബറി ഇത്രയും വലുതായി, പഴുത്തു, കഴിക്കാറായി. ഇനി കുറച്ച് കൂടുതലൂടെ ഇത് റെഡ്. ഈ മൾബറിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് മൾബറി വൈറ്റമിൻ സി കൂടുതലുണ്ട്, അയൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, അങ്ങനെ എല്ലാവിധ വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണിത്. അതിലുപരി നമ്മുടെ പറമ്പിൽ വളർന്ന് നമ്മൾ പറിക്കുന്നതുകൊണ്ട് ഇതിനെ ബാക്കിയുള്ള രാസവളങ്ങളോ കീടനാശിനിയോ അങ്ങനെ ചേർക്കാൻ. അതുകൊണ്ട് നമുക്കിത് ഓർഗാനിക്കായിട്ട് ഉപയോഗിക്കാം. ഇത് വൈറ്റമിൻ സി കൂടുതലുള്ളത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടുതൽ, കാരണം ഈ വേനൽക്കാലത്തൊക്കെ ഇമ്മ്യൂണിറ്റി കൂടുതൽ കിട്ടുവാനും. അതുപോലെ തന്നെ 88% ഇത് വാട്ടറാണ്. വാട്ടർ ഉള്ളതുകൊണ്ട് ജ്യൂസ് അടിച്ച് കഴിക്കാനും നല്ലതാണ്. നമ്മുടെ നാടൻ മൾബറി ആകുമ്പോൾ ചെറിയ കായാണ്, ആ പിക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ബ്രസീലിയൻ ലോങ് മൾബറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബുദ്ധിമുട്ടുമില്ല. ഒരു 10-12 കായ്ച്ചു കഴിഞ്ഞാൽ ജ്യൂസിനുള്ളതായി. ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർക്ക്, അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ പ്രോബ്ലം ഉള്ളവർക്ക് അത് ഡൈല്യൂട്ട് ചെയ്ത്, കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വൈറ്റമിൻസും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മൾബറി വെച്ച് പിടിപ്പിക്കാം. ഈ മൾബറി നല്ല ചൂടുള്ളിടത്തും നല്ല തണുപ്പുള്ളിടത്തും കായ്ക്കും. കാലാവസ്ഥ ഒരു പ്രശ്നമേ ഇല്ല മൾബറിക്ക്. ഹിമാലയത്തിലും ഉണ്ട്, നമ്മുടെ ചൂടുള്ള കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലെ എല്ലായിടത്തും ഉണ്ട്. പട്ടുനൂൽ പുഴുവിന് കൂടുതൽ ഇതിൻ്റെ ഇലയാണ് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഇല ഇന്ന് നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കുന്നു, ചീരയ്ക്ക് പകരമായിട്ട്. മൾബറി അപ്രതീക്ഷിതമായിട്ട് കായ്ക്കുകയും അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ആഗ്രഹം പോവുകയും ചെയ്തു. അപ്പോൾ പ്രൂൺ ചെയ്തതിൻ്റെ ഗുണമാണ് ഈ മൾബറി കായ്ച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൾബറി ഞാൻ ഈ എയർപോർട്ടിൽ വെച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ ഒരു എയർപോർട്ട് സെറ്റ് ചെയ്തു. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചാണകവും മണ്ണ്, എല്ലുപൊടി, ചേരിച്ചോറ് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇതിൽ നിറച്ചതിന് ശേഷം ഞാൻ ഈ പറിച്ചു കൊണ്ടുവന്ന് വെച്ച ഈ വലിയ മൾബറി അതിൻ്റെ അകത്ത് വെച്ചു, ഫില്ല് ചെയ്തു. അതിന് മുകളിൽ ഈ കുറേ ചകിരിയൊക്കെ കമത്തി വെച്ചു. ഞാൻ വെള്ളം ഒഴിച്ചു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പം പുതിയ ഇല വന്നു, കായ്ച്ചു. ഇത്രയോ ചെയ്തുള്ളൂ. ആ വെയിലും ആ പ്രൂണിങ്ങും കൊണ്ട് കായ്ച്ചു. ഇതിന് വലിയ രാസവളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ കായ്ച്ച മൾബറിക്ക് 7 സെൻറ്റിമീറ്റർ കൂടുതൽ നീളമുണ്ട്. ഇത് 7 സെൻറ്റിമീറ്റർ മുതൽ 10 സെൻറ്റിമീറ്റർ കൂടുതൽ നീളം വരും ഈ മൾബറിക്ക്. നിങ്ങൾ എൻ്റെ മൾബറി കഥകൾ കേട്ട് കാണും. ഇനിയും അടുത്ത ഒരു കഥയുമായിട്ട് ഞാൻ വരും. അപ്പോൾ എൻ്റെ വീഡിയോ കേട്ട നിങ്ങൾക്കെല്ലാം നന്ദി. സൈനിങ് ഓഫ് ജീസൺ.